കൊടുക്കുമല്ലോ അല്ലേ? അങ്ങനെയാണ് ടോയ്ലറ്റിൽ നിന്ന് നിർവഹണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ഗുഫ്റാനക കഴിഞ്ഞിട്ട് പറയുന്നൊരു വാക്കില്ലേ, അത് ഹൃദയത്തിൽ നിന്നാണ് പറയേണ്ടത്. അൽഹംദുലില്ലാഹ് അല്ലാഹ്. അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റിൽ നിന്ന് വരുമ്പോൾ പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയുന്ന അൽഹംദുലില്ലക്ക് നല്ല ഡിഫറൻസ് ഉണ്ടാവും. ഉദാഹരണത്തിന് നമ്മൾ കാർ എടുത്തിട്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങനെ തലയാടിലൂടെ ഇങ്ങനെ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലോ ആക്കി പെട്ടെന്നുണ്ട് ഒരു മരം അങ്ങോട്ട് വീണ്, ഒരു കെട്ടിടം അങ്ങനെ തന്നെ പൊട്ടി വീണ് 2-3 ആൾക്കാർ അവിടുന്ന് അതിൻ്റെ താഴെപ്പെട്ട് പരിക്കായി. നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 1/2 മിനിറ്റ് അല്ലെങ്കിൽ 1/2 സെക്കൻഡ് 1 സെക്കൻഡിൽ രക്ഷപ്പെട്ടപ്പോൾ നമ്മൾ അന്ന് പറയുന്ന ഒരു അൽഹംദുലില്ലാഹ്, അത് മനസ്സെന്നുള്ളതാണ്. മറ്റേതില്ലേ, ഏത് നിസ്കാരത്തിന് ശേഷം അൽഹംദുലില്ലാഹ് അത് മനസ്സെന്നല്ല. അതാണ് നിഅമത്ത് അറിയാത്ത ജീവിതവും നിഅമത്ത് അറിഞ്ഞുകൊണ്ടുള്ള ജീവിതവും തമ്മിലുള്ള ഡിഫറൻസ്. ഇതാണ് ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ നിങ്ങൾക്ക് കിട്ടേണ്ട ആശയത്തിൻ്റെ ചുരുക്കിതാണ്. ബിരിയാണിക്ക് ശേഷമാണ് സാധാ പുഡിങ്ങും ഐസ്ക്രീമും എല്ലാം വീട്ടിലുണ്ടായാൽ ആദ്യം തന്നെ നിങ്ങൾക്ക് അത് തന്നു. ഇനിയാണ് ബിരിയാണിയിലേക്ക് വരുന്നത്. ഇന്നത്തെ പ്രഭാഷണത്തിൻ്റെ ആശയം ചുരുക്കിയതാണ്. നമ്മൾ നിഅമത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ശുക്ർ ചെയ്യുന്നവരാവണം. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയണം. നമുക്ക് അള്ളാഹു തന്ന നിഅമത്തുകൾ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയണം. സൂഫിയാക്കൾക്കുള്ള മലയാളം ആത്മജ്ഞാനികൾ എന്നാണ്. അവർക്ക് സ്വന്തത്തെക്കുറിച്ച് അറിയാമെന്ന അർത്ഥം. ഏറ്റവും വലിയ മഅരിഫ ലമീറാണെന്നല്ലേ. യുക്തിവാദികളുള്ള കാലത്ത് ചിലപ്പോൾ ഹുവ അവൻ എന്ന് പറഞ്ഞാൽ എവൻ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ ആ ചോദ്യത്തിലൊന്നും പറയൂല. ഞാൻ എന്നൊന്നും ചോദിക്കൂല. ആ അനയെക്കുറിച്ച് നമ്മൾ അറിയണം. ഹു ആം ഐ, ഞാൻ ആരാണ്? ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. എൻ്റെ അള്ളാഹുവിൻ്റെ പേര് ഉച്ചരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു പ്രകമ്പനം, എന്തെങ്കിലും ഒരു ഈമാനിൻ്റെ, എന്തെങ്കിലും ഒരു തഖ്വയുടെ ഏതെങ്കിലും ഒരു ശകലം ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. അല്ലാഹ് എന്ന് ഉച്ചരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഒരു ഖൗഫ്, ഒരു റജാ, ഒരു തഖ്വയുടെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഈമാനും തഖ്വയും അതിൻ്റെ വിത്ത് വിതറാൻ പറ്റിയ നല്ല ഭൂമിയാണ്. അല്ലാഹ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലാന്ന് കരുതിക്കോ. എന്നാൽ ഹൃദയത്തിലേക്ക് സെൽഫി എടുത്തിട്ട് ഉടനെ ചികിത്സിക്കണം. കറുത്ത പാറകളാണ്, വരണ്ടുണങ്ങിയ ഭൂമിയാണ്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ആ ഖൽബിനെ നമ്മൾ നന്നാക്കണം. അല്ലാഹ് ഈ വാക്ക് കേൾക്കുമ്പോഴും പറയുമ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നിലവിലെ നമ്മുടെ പിക്ചർ. അതാണ് നമ്മുടെ പിക്ചർ എന്ന് പറഞ്ഞത്. ഈ പിക്ചറിനനുസരിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചികിത്സ ഏതാണ് കൊടുക്കേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ, ചിലർ നല്ലോണം പ്രവർത്തിക്കുന്നവരായിരിക്കും സംഘടനയിൽ, സ്ഥാപനത്ത്. ചിലർ നന്നായി ഇബാദത്ത് ചെയ്യുന്നവരായിരിക്കും. പക്ഷെ ഉള്ളിൽ തട്ടിയിട്ടുള്ള ഇബാദത്തോ ദീനീ പ്രവർത്തനമോ ഇല്ലെങ്കിൽ ഉടനെ ചികിത്സ വേണം. സൂഫിയാക്കൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു ഇബാദത്തിൽ നിനക്ക് നന്നായിട്ട് ടേസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഉടനെ വേഗം ഒരു സെൽഫി എടുത്ത് നോക്കണം എന്ന്. പിക്ചർ ക്ലിയർ ഉണ്ടോയെന്ന് ഇങ്ങനെ സൂമാക്കി നോക്കിയാൽ മതി. ഉദാഹരണത്തിന്, പരിപാടിക്ക് പോകാൻ മൂപ്പർക്ക് നല്ല താല്പര്യം, മീറ്റിങ്ങിന് പോകാൻ ഒരു താല്പര്യമില്ല. അതെന്തോ പ്രശ്നമാണ്. മീറ്റിങ്ങിന് ഫുഡ് കിട്ടൂല, പരിപാടിക്ക് നല്ല ഫുഡ് കിട്ടും. അതിലായിരിക്കും മൂപ്പരെ പിശാച് പറ്റിച്ചിട്ടുണ്ടാവുക. കം ഹസനത്തു ലദ്ദതൻ ലിൽ മർഇ ഖാതില മിൻ ഹൈസു ലം യദ്രി അന്നസുമ്മ ഫിദ്ദസമി. ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ വിഷം ചേർത്തിട്ട് മുകളിൽ ചുവന്ന കളർ ചെറി വെച്ചു